ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയിലത്തെ വിശേഷമാണ്. നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് കുറേ ലേറ്റായിട്ടാണ് കേട്ടോ വീഡിയോസ് എടുത്തു തുടങ്ങിയത്. അപ്പോൾ ഞാൻ തുടക്കം ഇവിടുന്ന് തന്നെ ആവാമെന്ന് വിചാരിച്ച് നടയിൽ മെഴുകുതിരി കത്തിക്കുമ്പോഴേക്കും ഇവർ വന്ന് ഊതി കളഞ്ഞു കേട്ടോ. കുട്ടികളാകുമ്പോൾ എപ്പോൾ നമ്മൾ കത്തിക്കുമ്പോഴും ഞാൻ അധിക ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുട്ടികൾ ആരും ഇല്ലാത്തപ്പോഴാണ് ഞാൻ തിരികെ എത്തിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇന്ന് അങ്ങനെയല്ല, ഞാൻ കുറേ ലേറ്റായിട്ടല്ലേ എടുക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന്മാരൊക്കെ എണീറ്റ് അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാക്കോച്ചന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, കുറേ ഇങ്ങനെ വീട്ടിലിടുന്ന ഡ്രസ്സുകൾ മീഷോന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്ന്, ഓൺലൈനിൽ വരുത്തിയിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അതിൽ ഒന്നാണ് കേട്ടോ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. നല്ല രസമുള്ള ഡ്രസ്സുകൾ, അവന് പറ്റിയ നല്ല ലൂസായിട്ടുള്ള സെറ്റുകളായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് അന്തരീക്ഷം രാവിലെ ആയിരുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ എന്താ പറയുക, തിക്ക് തിരക്കും ബഹളമായി, മഴയുടെ ഒരു കോളായിട്ടാണ്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ രാവിലത്തെ എല്ലാം കഴിഞ്ഞിട്ടാണെന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് പതിവ് പോലെ ഇത് നമ്മൾ ഉപ്പിലിട്ടതാട്ടോ. ഡിവൈൻ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ക്യാരറ്റ് ഉപ്പിലിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലത്തെ ആ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇന്ന് ഡോൺ ഊട്ടിയിലേക്ക് പോയേക്കായിരുന്നു. ഇപ്പോൾ ഓൾറെഡി അവൻ വന്നു കേട്ടോ. ഫ്രണ്ട്സായിട്ട് ഊട്ടിക്ക് ഒരു ട്രിപ്പ് പോയേക്കായിരുന്നു. അപ്പോൾ അവർ സിജോ, അതായത് ഒരു ആൾ, ഇവരുടെ ഫ്രണ്ട്സിൽ ഒരാൾ പുറത്താണ്. അപ്പോൾ ആൾ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സിജോ വരുമ്പോൾ ഇവരൊരുമിച്ച് ഒരു ട്രിപ്പ് എല്ലാ പ്രാവശ്യവും പതിവാണ്. എപ്പോൾ വന്നാലും എവിടേക്കെങ്കിലും ഒരു ദിവസം ഇവർ പോകും. അങ്ങനെ പോയ ട്രിപ്പാണ് കേട്ടോ. രാത്രി എത്തുകയും ചെയ്ത് 12:30 ആയപ്പോഴേക്കും എത്തി. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് മാർക്കറ്റിൽ പോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഡിമ്പിളും ഡാഡിയും കൂടി പുറത്ത് പോയി. വരുമ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം കൊണ്ടുവന്നു കേട്ടോ. പിന്നീട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മീനൊക്കെ വിലയും കൂടുതൽ, പിന്നെ മീൻ തൽക്കാലം വേണ്ട എന്ന് വിചാരിച്ചിട്ട് മീനും കാര്യമായിട്ട് വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ വേണമെങ്കിൽ അപ്പോൾ വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് ഈ ആഴ്ച മാർക്കറ്റിൽ പോക്ക് വേണ്ടാതെ വെച്ചു കേട്ടോ. അങ്ങനെ പിള്ളേർച്ചതേ നോക്കി. നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഫുൾ പിള്ളേരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോസിലും മൊത്തത്തിൽ ഫ്ലാഷ് സെയിൽ, മറ്റേ താമരമാല, ഇപ്പോഴത്തെ പുതിയ താമരമാല മഞ്ജു വാര്യർ ഇട്ടത്. അപ്പോൾ അതിൻ്റെ ഫ്ലാഷ് സെയിലായിരുന്നു ഇന്ന്. എല്ലാവരും നന്നായി സപ്പോർട്ട് ചെയ്തു. ഭയങ്കര സന്തോഷം കേട്ടോ. കുറേ കോണ്ടാക്ട്സ് കൂടി. അപ്പോൾ കോണ്ടാക്ട്സ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് എൻക്വയറി കൂടുമല്ലോ. അപ്പോൾ എല്ലാം കൊണ്ടും ഭയങ്കര സന്തോഷവും തിരക്കും ഉള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്ക്. 3 പേരും മാറിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരുടെയും നമ്പർ കൊടുക്കും. അപ്പോൾ ആർക്കാണോ ആരെ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് എളുപ്പമെന്ന് വെച്ചാൽ അവരെ കോണ്ടാക്റ്റ് ചെയ്യുക. നമ്മളതനുസരിച്ച് എങ്ങനെ വന്നാലും വന്ന് ചേരുന്നത് ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് കേട്ടോ. എൻ്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുട്ടികളെയും കൂടിയും ഒന്ന് ഏൽപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ചിലർ എന്നോട് ചോദിക്കും, അവിടെ നിന്നാണ് വാങ്ങിച്ചേ, കാശ് എവിടെ ഇടണ്ടേന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഇവിടെ നിന്നാണ് വാങ്ങിച്ചേ, കാശ് എവിടെ ഇടണ്ടേന്നൊക്കെ ചോദിക്കും. എല്ലാതും ഒന്ന് തന്നെയാണ്. അപ്പോൾ അതിൽ ഒരു സംശയം വേണ്ട. നിങ്ങൾ ആരുടെ കയ്യിൽ നിന്ന് എടുത്താലും നമ്മളുടെ ഒക്കെ ഡ്രീം കളക്ഷൻസ്, എൻ്റെ ഒരു ഭാരം, എൻ്റെയും ഡാഡിയുടെയും ഭാരം കുറയ്ക്കാൻ വേണ്ടി ഞാൻ കുട്ടികളെയും കൂടി ഏൽപ്പിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ പിള്ളേർസ് നോക്കിയാൽ ഇവരുടെ പരിപാടി കണ്ടോ. അതായത് ഞങ്ങളുടെ ശ്രദ്ധ പറ്റണില്ല എന്ന് കണ്ടപ്പോൾ ഇവർ ചെയ്യുന്ന ഓരോ പണികളാണ്. പിന്നെ ഞാൻ ഡിവൈൻ എപ്പോഴും അടിക്കാനൊക്കെ നിൽക്കുമ്പോഴും ഞാൻ പറയും സാരമില്ല, എന്തായാലും അങ്ങനെയായി. പിന്നെ അവിടേക്ക് പിന്നെ അകം നമ്മൾ രാവിലെ ആയാലും വൈകിട്ടായാലും മറ്റേ റോബോട്ട് അതിന് പറ്റാവുന്ന രീതിയിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണതാണ്. അപ്പോൾ പിന്നെ അവർക്കും നേരം പോണ്ടേ, മുറ്റത്തേക്ക് ഇറക്കാൻ പറ്റില്ല, മഴയും പിന്നെ അവിടെ വെള്ളം കെട്ടി നിന്നിട്ടുള്ള ചളി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവരെ ഇറക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒന്നിനും പറ്റിയില്ലെങ്കിൽ കണ്ണ് തെറ്റിപ്പതേ 3 ആളും ഇങ്ങനെ നിൽക്കണ്ടിട്ട് രാവിലത്തെ ഒരു വെള്ളമൊഴിക്കൽ കഴിഞ്ഞിട്ട് വന്നിരിക്കണ ഇരിപ്പാണ്. അപ്പോൾ ആ ടാപ്പിൻ്റെ അവിടേക്ക് പോകും അവർ, എന്നിട്ട് തുറക്കും. അപ്പോൾ ഇപ്രാവശ്യം പോയത് തോമും പാച്ചുവാണെങ്കിൽ ചാക്കോച്ചൻ വന്ന് പറയും അവർ വെള്ളത്തിൽ കളിക്കണമെന്ന്. അല്ലെങ്കിൽ മറ്റൊരു വേണമെങ്കിൽ അടുത്ത ആൾ, 3ാമത്തെ ആൾ വന്ന് പറയും. അങ്ങനെയാണ്. നമ്മൾ ചെല്ലുമ്പോഴേക്കും ഓൾറെഡി ഒക്കെ നനഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കഴിയുന്നതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാം ഇവരെത്ര ജോഡി ഡ്രസ്സ് മാറി എന്നുള്ളത്. പിന്നെ എങ്ങനെയാ വെച്ചാൽ ഡ്രസ്സ് മാറി നേരെ ബനിയൻ ഊരിയിട്ടിട്ട് പിന്നെ അങ്ങനെ ഒരു കളിയാണ് അവർക്ക് കേട്ടോ. അപ്പോൾ ഇവനെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്പൂൺ എടുത്തിട്ട് അവൻ്റെ ഗ്ലാസ് വെക്കണ പോലെ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ബനിയൻ്റെ ഇടയിലേക്ക് വെച്ച് കാണിച്ചതായിരിക്കും. ഇന്നിപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കുറേ ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഉറക്ക ക്ഷീണം നല്ലോണം ഉണ്ട്. പക്ഷേ കുഴപ്പമില്ല, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാരണം ഡോൺ വരാൻ കുറച്ച് ലേറ്റായി. ഞാൻ പറഞ്ഞില്ലേ പുറത്ത് പോയിരിക്കായിരുന്നു എന്ന്. പിന്നെ ഡാഡിയും പുറത്ത് പോയിട്ട് വരാൻ ലേറ്റായി. കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി പോകേണ്ട ഒരു ആവശ്യം വന്നു. അപ്പോൾ അതുകൊണ്ട് ലേറ്റ് ആയതുകൊണ്ട് എൻ്റെ ഉറക്കം ഇങ്ങനെ പിന്നാക്കം നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക്
ഒരു ഡിസ്റ്റർബൻസ് തോന്നുന്നത് നിങ്ങൾക്ക് കേട്ടോ. ഞാൻ അറിയാണ്ട് ഇങ്ങനെ എന്താ പറയുക കണ്ണടച്ച് പോണതാണ്. അപ്പോൾ ഇത് നല്ല ഗോൾഡ് പ്ലേറ്റഡ് ആണ്, ആൻറ്റിക്കല്ല, വളയാണ് കേട്ടോ. ലക്ഷ്മിയും റൂബി സൂഫിയുടെ സ്റ്റോണും ആയിട്ടുള്ളത് നല്ലൊരു വളയാണത്. അത് കഴിഞ്ഞിതാ ഇവിടെ പാച്ചുവിൻ്റെ ഇപ്പോഴത്തെ പുതിയ ഒരു പരിപാടിയാണ് എപ്പോഴെപ്പോഴും പിണങ്ങുക എന്നുള്ളത് കേട്ടോ. എന്തെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലും ഒന്ന് കണ്ടാൽ മതി അവിടെ അപ്പോൾ ഒരു ഇടച്ചിലിന് പകരം പിണങ്ങലാണ്, വാശിയല്ല പിണങ്ങലാണ്. അപ്പോൾ പക്ഷേ നമ്മൾ ചെന്ന് 2 പ്രാവശ്യം ഒന്നും ഇങ്ങനെ കാണിക്കുമ്പോഴേക്കും അവൻ ചിരിക്കും. അപ്പം ഞങ്ങളൊക്കെ ഇവിടെ ഇന്ന് ഉച്ചവരെ ഞാനും ഡിവൈനുമാണ് ഫുൾ പാക്കിങ്ങിനും കാര്യങ്ങൾക്കും ഇരുന്നത്. എൻ്റെ ഓർഡേഴ്സും എല്ലാതും ഡിവൈനാണ് പാക്ക് ചെയ്ത് തന്നത്. ഡാഡി ഓരോന്ന് എന്താ പറയുക, ഞങ്ങൾക്ക് പണികൾ ശരിക്കും കുറേ ഉണ്ട്, 3 പേരും കൂടി ഇരുന്നാലേ കാര്യങ്ങൾ ശരിയാവുള്ളൂ. അപ്പോൾ ആ സമയത്ത് കിച്ചണിൽ ഡിമ്പിളുടെ വക ഗീ റൈസും നല്ല ചിക്കൻ റോസ്റ്റും സാലഡും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയും പേരിന് വെച്ചാൽ മതി. അപ്പോൾ ഇന്ന് കറക്റ്റാണ് വെച്ചത്. പ്രത്യേകിച്ച് ഇന്ന് ഡോണും കൂടി ഇല്ല, ശരിക്കും വടിച്ച് കഴിഞ്ഞു എന്ന് പറയില്ലേ, ശരിക്കും കഴിഞ്ഞു. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സമാധാനം. ഇതല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ബാക്കി വരും, അതങ്ങനെ ഫ്രിഡ്ജിലിരുന്ന് കുറേ ദിവസം കഴിയുമ്പോൾ അതൊന്നെങ്കിൽ അവർക്ക് കുട്ടികൾക്ക് കൊടുക്കണതിലേക്ക് കൊടുക്കും, അല്ലെങ്കിൽ എടുത്ത് കളയേണ്ടി വരും. അങ്ങനെയൊക്കെ പതിവിട്ടാൽ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു ഇത്രയും മതി, കറക്റ്റ് അളവാന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെയും ഡിവൈൻ്റെയും പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡിംപിള് അതിന് വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നാളെ കാണാം. അവർ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ, ഡിംപിളും ഡിവൈനും. അപ്പോൾ അവരാണ് ശരിക്ക് ആൻറ്റിക്കിൻ്റെ സെക്ഷൻ അവരെ ഏൽപ്പിച്ചേക്കാം ഞാൻ, നിങ്ങളായിട്ട് ആൻറ്റിക്കിൻ്റെ സെക്ഷൻ ചെയ്തോന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്കും അത് ചെയ്യുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ അവരുടെ സെക്ഷനാണ് ഈ താമരമാലയായിരുന്നത്. അപ്പോൾ താമരമാലയുടെ ഫുൾ എന്താ പറയുക എത്ര എങ്ങനെയാണെന്നുള്ളത് അത്രയും അധികം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് തോന്നുന്നത് ഇത്രയും അധികം ഒരേ ഐറ്റം ഇത്രയും കൂടുതൽ പോണത്. അപ്പോൾ അത് കുട്ടികൾ പറയും കേട്ടോ, അവരുടെ സന്തോഷമല്ലേ. അങ്ങനെ ഞാൻ ഡിംപിളും കൂടി പാക്ക് ചെയ്യാതിരുന്നപ്പോൾ ഞാൻ വേഗം നമ്മുടെ വാഷിംഗ് മെഷീനിൽ തുണികളൊക്കെ അലക്കാനായിട്ടിട്ടു. അപ്പോൾ അലക്കാനായിട്ട് ഇട്ട് കഴിഞ്ഞ് ആ ഗ്യാപ്പിൽ പാത്രങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വരുമ്പോഴേക്കും അത് അലക്കി ഉണങ്ങി വന്നു. പിന്നെ വിരിച്ചിടുന്ന പണിയാണ്. അപ്പോൾ ഞാനെപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ അലക്കാനിട്ടിട്ട് എന്തെങ്കിലും വേറൊരു പണിയിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ മതി. അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവിടെ ഇത് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ തുണികളൊക്കെ തോരയിട്ട് കഴിഞ്ഞ് ഞാൻ ബാക്കി പോസ്റ്റും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ ഇന്ന് ഇത് വൈറ്റാണ് കേട്ടോ, പേളല്ല. അപ്പോൾ 2-3 പേർക്ക് വേണ്ടിയിരുന്ന സാധനങ്ങൾ ഞാൻ പോസ്റ്റ് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചതാണ്. ഇത് വൈറ്റ്, മറ്റേത് ഞാൻ പറഞ്ഞില്ലേ പേളല്ല, വൈറ്റാണ്. വൈറ്റിൻ്റെ ഒരു 3-4 പാറ്റേൺ ഉണ്ട് കേട്ടോ മാലകൾ. അത് നല്ലതാണ്, പേളിനേക്കാളും കുറച്ചും കൂടി എന്താ പറയുക വൈറ്റ് ആയിട്ട് ഇടാനായിട്ട് അതാണ് നല്ലത്. ഇതും ഈ പറഞ്ഞ പോലെ 4 ലെയറിൻ്റെ നല്ല മാലയാട്ടോ, കാണാനായിട്ട് നല്ല രസമുള്ള മാലയാണ്. ഇതൊക്കെ പിന്നെ സിമ്പിളായിട്ടുള്ള നെക്ലസ്സുകൾ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഞാനിന്ന് താഴത്തല്ല മുകളിലാണ് നമ്പർ എഴുതിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നമ്മളുടെ ഒരു ചാനലുണ്ട് ഡ്രീം കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസ് ഇടുക. അപ്പോൾ പിന്നെ ഷെയർ ചെയ്യുക. എനിക്ക് ഇതിങ്ങനെ പറഞ്ഞ് ശീലമില്ല കേട്ടോ, നമ്മൾ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ആവശ്യപ്പെടുന്നത് നിങ്ങളോട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ചാനലിൽ ആർക്കും അറിയണില്ല. ഞാൻ ഈ ചാനലിൽ പോയിട്ട് ഇത് കണ്ടോളൂ എന്ന് ചോദിക്കുമ്പോഴും അവർക്ക് മനസ്സിലാവണില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കുറച്ച് ഒരു ഇതിൽ വരുമ്പോഴാണ് എനിക്ക് തോന്നുന്നു അത് നോട്ടിഫിക്കേഷൻ വരുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ തുണികൾ തോരയിട്ട് കഴിഞ്ഞാൽ പിന്നെ അവരഴിച്ചിടും കേട്ടോ. പിന്നെ അവർക്ക് അവിടെ എന്താ പറയും, പിന്നെ രാത്രി കിടക്കണ നേരത്താണ് ഞാൻ അവരെ കൂട്ടിൽ തിരിച്ചാക്കുക. അതുവരെ അവരുടേതായ ലോകമാണ്. ഇവിടെ ഈ കാണുന്ന ബെഞ്ചും കാര്യങ്ങളൊക്കെ അവർക്ക് കയറി കിടക്കാനും ഉറങ്ങാനും ഒക്കെ ഉള്ളതാണ്. അപ്പം അങ്ങനെ ഞാൻ തുണികളെടുത്ത് ഉണങ്ങാറായതൊക്കെ എടുത്തിട്ട് അകത്തേക്ക് ഇട്ടു. അപ്പോൾ ഇങ്ങനെ ഒരഴക്ക് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ എന്നും പറയണ പോലെ എനിക്ക് ഭയങ്കര സമാധാനമാണ് കേട്ടോ. ഇപ്പോൾ മറ്റേത് എനിക്ക് അലക്കിയിട്ട് കഴിയുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. ഇതിപ്പോൾ ഞാൻ ഇന്ന് പരീക്ഷിച്ചതാണ് കേട്ടോ, ഒരപ്പത്തിൻ്റെ ഇത്. ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി പറഞ്ഞു തരാം, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. 1 കപ്പ് ചോറെടുക്കുക, അതിന് 2 കപ്പ് അരിപ്പൊടി എടുക്കുക, അതിൽ 1 സ്പൂൺ മറ്റേ എന്താ പറയുക ഈസ്റ്റ് ഇടുക. അത് കഴിഞ്ഞ് ഒരു 2-3 സ്പൂൺ ഇട്ടോ പഞ്ചസാര, 1 തരി ഉപ്പ്, ഇതിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിക്കുക. ഏകദേശം നമുക്ക് അപ്പത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി അറിയാമല്ലോ. അത് ഒരു പാത്രത്തിലാക്കി വെക്കുക. ഒരു 1 മണിക്കൂർ 2 മണിക്കൂറാണ് കണക്ക്. ഈസ്റ്റ് കൂടുതലിട്ടാൽ 1 മണിക്കൂർ മതി, അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിയുമ്പോൾ മാവ് നന്നായി പതഞ്ഞ് പൊന്തിയിരിക്കും.
ശരിക്ക് എടുത്ത് നമ്മുടെ വെള്ളയപ്പം ഉണ്ടല്ലോ, വെള്ളയപ്പം ഉണ്ടാക്കാം. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ഇന്നാണ് അത് പരീക്ഷിച്ച് നോക്കിയത്. അപ്പോൾ ഡിവൈനും കൊടുത്തപ്പോൾ ഡിമ്പിളും പറഞ്ഞു, മമ്മി ഈ റെസിപ്പി എനിക്ക് തന്നോളൂ, കാരണം കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലതാണ്. ഇനി അതിലൊരു മുട്ട അടിച്ചിട്ടായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ, ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ചായപ്പൊടി കാപ്പിപ്പൊടിയൊക്കെ എടുക്കാട്ടോ. അപ്പോൾ ഞാൻ ഒന്നിട്ടൊന്ന് പറയാം കേട്ടോ. നമ്മൾ വേറൊരു കോഫി പൗഡർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പേരൊന്നും പറയില്ല. ഒരു റെഡ് കളറിൽ നിങ്ങൾ 2-3 ദിവസം മുമ്പത്തെ എൻ്റെ വീഡിയോ കണ്ടാലറിയാം. ഭയങ്കര ഫ്ലോപ്പായിരുന്നു അത് കേട്ടോ. എന്താ പറയുക, ഒരു കടുപ്പവും ഇല്ല, ആകെ വളരെ കുറച്ച് 2 രൂപയുടെ പാക്കറ്റിൽ പേരിന് 1 ഗ്രാമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഭയങ്കര എന്താ പറയുക, എനിക്ക് ഒട്ടും പറ്റാതെ കുട്ടികൾ പറയായിരുന്നു അത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അവസാനിപ്പിക്കും മമ്മീന്ന്. പക്ഷേ പറയേണ്ടി വന്നില്ല. 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് 2 പാക്കറ്റ് പൊട്ടിച്ചിട്ടിട്ടും കടുപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അറിയാലോ, വേഗം അങ്ങോട്ട് കഴിയുമല്ലോ. അപ്പോൾ ഇതൊക്കെ നല്ല കോഫിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മറ്റേത് കഴിയുന്നോട് കൂടിയിട്ട്, മറ്റേത് ഇനി എനിക്ക് തോന്നുന്നു ആകെ ഒരു 2-3 ദിവസമായിട്ടുള്ളൂ വാങ്ങിയിട്ട്. പക്ഷേ അത് ഓൾറെഡി കഴിഞ്ഞു. കാരണം 1 ഗ്ലാസ്സിൽ 2 പാക്കറ്റ് വീതം എന്ന് പറയുമ്പോൾ തന്നെ ഇതേന്ന് പറയുമ്പോഴേക്കും കഴിയില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഓരോ പ്രാവശ്യവും ഞാൻ വാങ്ങിക്കുമ്പോൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിൻ്റെ എനർജി ബാറുകൾ, പിന്നെ കാപ്പിപ്പൊടികൾ, ചായപ്പൊടിയൊക്കെ ഞാൻ എപ്പോൾ വാങ്ങിക്കുമ്പോഴും കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിങ്ങനെ വില അടക്കം കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കോട്ടെ വെച്ചാൽ. ഇത് 6 യൂണിറ്റ് 240 രൂപ. അപ്പോൾ 6 4 24, അതായത് ഒരു ബാറ് 40 രൂപ അങ്ങനെയാണ്. പുറത്ത് 60 രൂപയുണ്ട്, 40 രൂപയുണ്ട്, പല റേഞ്ചിലുള്ളതുണ്ട് കേട്ടോ. നല്ലതായിരുന്നു അത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലൊരു ബാറും കൂടി ഉണ്ട്. അതിൻ്റെ മുമ്പാണ് ഞാൻ മറ്റേ എനർജി ബോൾസ് എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിയത്. അങ്ങനെ ഇവരുടെ പണികൾ തകൃതിയായിട്ട് തുടരുമ്പോഴാണ് ഞാൻ അപ്പുറത്ത് എൻ്റെ അടുക്കള ഓരോ ഭാഗങ്ങൾ ഒതുക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ചായ ഞാൻ എടുത്ത് അവിടെ വെച്ച് ഡാഡിയാണ് ഗ്ലാസ്സിലൊക്കെ ആക്കിയത് കേട്ടോ. ഞാൻ മധുരം ഇടാൻ മറന്നിട്ട് ഒക്കെ റെഡിയാക്കി കുടിക്കാൻ നോക്കിയപ്പോഴാണ് മധുരമില്ല. അപ്പോൾ പിന്നെ ഡാഡി അത് രണ്ടാമത് മധുരമൊക്കെ ഇട്ട് ആറ്റിയെടുത്തു. അപ്പോൾ ആ സമയത്താണ് ഞാൻ നമ്മുടെ പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയം, ചോറ് കൊടുക്കുന്ന സമയം. അപ്പോൾ ഇന്ന് അവർക്ക് ഭയങ്കര കുശാലായിരുന്നു. കാരണം ഇന്ന് ചിക്കൻ റോസ്റ്റ് മറ്റേ വറുത്തതിൻ്റെ മറ്റേ ആ പൊടി ഇതിലേക്ക് എടുക്കണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ അവർക്ക് ചോറിട്ടിട്ട് കൊടുക്കുക ചെയ്തത്. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അങ്ങനെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവരുടെ കളിയാണ്. അപ്പോൾ ഈ ഭാഗത്ത് എപ്പോഴും നമുക്ക് വെള്ളം കെട്ടി നിൽക്കും. അത് വറ്റി കഴിയുമ്പോൾ പിന്നെ ആ ഒരു കളർ അവിടെ നിൽക്കും കേട്ടോ. ഇനിയിപ്പോൾ വേനൽക്കാലം വരുമ്പോഴാണ് അതങ്ങനെ മാറുള്ളൂ. അപ്പോൾ ഞാൻ ഇവരുടെ ഓരോരുത്തരുടെയും പോസ് എടുക്കായിരുന്നു, നമുക്ക് തംബ്നെയിലിടാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ സന്ധ്യയായപ്പോൾ ഞാൻ നടയിൽ മെഴുതിരി കത്തിക്കാൻ വന്നതാണ്. പക്ഷെ കത്തിച്ചേക്കാൾ സ്പീഡിൽ പിള്ളേർ സൂതി കളഞ്ഞു കേട്ടോ. പിന്നെ കുട്ടികളല്ലേ, അവരെ ഇപ്പോൾ അതിനു വേണ്ടി വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ അങ്ങനെ എല്ലാം കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അപ്പോൾ ഡോൺ ഓൾറെഡി പോയേക്കണ, ഇടയ്ക്ക് വിളിച്ചിരുന്നു. അങ്ങനെ ഞങ്ങളിരിക്കുമ്പോഴാണ് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു. അപ്പോൾ ഡാഡി അങ്ങോട്ട് പോയി. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ ബാക്കി പരിപാടികളായിട്ടിരിക്കുമ്പോഴാണ് മഴ, പുറത്ത് നല്ല കാറ്റ് എന്ന് പറഞ്ഞാൽ പോരാത്ത കാറ്റ്. അപ്പോഴാണ് നമ്മുടെ പിള്ളേർസ് ഓൾറെഡി മുകളിലത്തെ ഡ്രസ്സ് ഊരി അവർ കെട്ടപ്പാണ് അവിടെ. ഒരാൾ പുറത്ത് മുറ്റത്ത് കിടക്കണു. പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ എത്ര നേരം എന്ന് വെച്ചിട്ടാണ് നമ്മളകത്ത് പിടിച്ചിരുത്തുക. അപ്പോൾ അവർക്ക് അവരുടേതായ ലോകം. അപ്പം ഞങ്ങൾ അക്കി വിളിച്ചിട്ട് പറഞ്ഞു നാളെയും ക്ലാസ്സില്ലാന്ന്. ശരിക്കും ഞങ്ങൾ എന്താ പറയുക, ഭയങ്കര വിഷമായി. അപ്പോഴാണ് വെറുതെ പറഞ്ഞതാണ്, അത് മുമ്പത്തെ ഒരു ന്യൂസാണെന്ന്. അങ്ങനെ അവരിങ്ങനെ നിൽക്കുമ്പോഴാണ് വലിയ കാറ്റും മഴയും വന്നത്. കാറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പാച്ചുവിനോട് പറഞ്ഞു, ഇവിടെ പാച്ചു നിന്നെയും വണ്ടിയും കൂടിയിട്ട് കാറ്റ് കൊണ്ടുപോയി കയറിയിരിക്കണമെന്ന്. അപ്പോൾ നോക്കിയപ്പോൾ വണ്ടികളൊക്കെ മുറ്റത്ത് കിടക്കുക. അപ്പോൾ ഡാഡി ആയാലും ഡോണായാലും രണ്ടാളും കാറും കൊണ്ടാണ് പോയേക്കണേ. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ 2 പേരുടെ കയ്യിൽ നിന്ന് വഴക്ക് കേൾക്കും. അപ്പോൾ ഡിവൈൻ വേഗം അതൊക്കെ ഒന്ന് മാറ്റിക്കൊണ്ട് വെക്കുകയാണ് കേട്ടോ. കാരണം ഈ കുട്ടികളുടെ പണി എങ്ങനെയാണെന്ന് വെച്ചാൽ കളിച്ച് കഴിഞ്ഞാൽ ഒക്കെ അവിടെ ഇട്ടിട്ട് പോകും. പിന്നെ പ്രത്യേകിച്ച് മഴ വന്നപ്പോൾ ഓടി കയറിയതാണ് കേട്ടോ. കാറ്റ് കണ്ടു, ആ ചെടിയൊക്കെ കിടന്ന് ആടണം കണ്ടു. ഭയങ്കര മഴയായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ മഴ പെയ്താലും ഇതുവരെ ദൈവം സഹായിച്ച് വേറെ ശല്യവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മളുടെ പാക്കിങ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ നമ്മുടെ മാവ് ഒന്ന് പൊന്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പം ഉണ്ടാക്കിയപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള, നല്ല എന്താ പറയുക, ഭയങ്കര സോഫ്റ്റായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള അപ്പം. അപ്പോൾ ഞാൻ ആദ്യം കുറേ ഞാൻ പറഞ്ഞു അല്ലേ, ആദ്യം കുറച്ച് ഇങ്ങനെ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു മുട്ട അടിച്ചിട്ട് ഉണ്ടാക്കി. അപ്പോൾ വേറൊരു ഫ്ലേവറ്. അങ്ങനെ ഞാൻ ഇന്ന് രാത്രിയിലേക്ക് ഞാൻ ചോറ് കുറച്ചുണ്ടായിരുന്നു, ഈ വെള്ളയപ്പം ഞാൻ ഉണ്ടാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഡാഡി ഭക്ഷണം കഴിഞ്ഞിട്ടാണ് വരണേന്ന് പറഞ്ഞു. ഡോണില്ല, അപ്പോൾ ഞാനും ഡിവൈനും ഡിംപിളും മാത്രമേ ഉള്ളൂ.
അപ്പോൾ ഞാൻ വേഗം കുറച്ച് കീമ ഉണ്ടാക്കി. കീമ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണം. നമ്മുടെ ഇപ്പോൾ ഇറച്ചിക്കറി ബാക്കിയുണ്ടെന്ന് വെക്കുക. ചിലയിടത്ത് മിക്ക വീടുകളിൽ അങ്ങനെയാണ്. നമ്മൾ ഇറച്ചിക്കറി ചാറൊക്കെ എടുത്ത് കഴിയുമ്പോൾ കഷ്ണങ്ങൾ ബാക്കി കിടക്കുക, അതായത് ഇറച്ചിയുടെ പീസുകൾ. അപ്പോൾ നമ്മൾ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ഈ പീസ് ഞാൻ ചെയ്യണത് കേട്ടോ, ഈ പീസ് എടുത്തിട്ട് മിക്സിയിലിട്ട് ഒന്ന് ഇത് ചെയ്യും, എന്താ പറയുക, പൾസിൽ, അതായത് നമ്മൾ ഇങ്ങോട്ട് തിരിക്കില്ലേ പൊടിക്കാണ്ട്, അങ്ങനെ ക്രഷ് ചെയ്യണ പോലെ അങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും നമ്മുടെ കട്ട്ലേറ്റിലേക്കുള്ള പരുവാകും. എന്നിട്ട് നമ്മൾ കുറച്ച് നല്ല കട്ട്ലേറ്റ് ഉണ്ടാക്കി വെളിച്ചെണ്ണയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാട്ടോ. അതിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് വല്ല വറുത്തതിൻ്റെ ബാക്കി എണ്ണയോ അതൊക്കെ ആയെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ്, പൂരി വറുത്ത എണ്ണ. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി. അപ്പോൾ മുളക് പൊടി ഇടുന്നത് കുറച്ച് കുത്തിപ്പൊടി ഇട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. എന്നിട്ട് നമ്മൾ ഈ കീമ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. വറുക്കാന്ന് പറഞ്ഞാൽ വെള്ളം വറ്റിക്കുക. അപ്പോൾ ഭയങ്കര ടേസ്റ്റാട്ടോ ഈ സാധനം. എന്നിട്ട് അത് കൂട്ടിയിട്ട് ചൂടുള്ള ചോറോ ചപ്പാത്തിയോ ദോശയോ അപ്പോ എന്ത് വേണമെങ്കിലും കൂട്ടാം. അപ്പോൾ ഞാനതിങ്ങനെ ആക്കിയിട്ട് പറ്റിച്ച് ഇങ്ങനെ അമർത്തി അതിൽ വെച്ചിട്ട് സിമ്മിൽ ഇതിടും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളം കംപ്ലീറ്റ് വറ്റുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കും കേട്ടോ. അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കണ നേരം കൊണ്ട് പിള്ളേരിനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഉറക്കാൻ കൊണ്ടുപോയി ഒക്കെ വേഗം കെടുത്തി. അതിൽ നമ്മുടെ റോബോട്ടിനെ രാത്രിയായപ്പോൾ ഒന്ന് താഴേക്ക് ഹോള് മാത്രം, ബാക്കിയുള്ളിടത്തൊന്നും വലിയ കുഴപ്പമില്ല, രാവിലെയും വൈകുന്നേരം ഇടുന്നതല്ലേ. അപ്പോൾ ഹോള് മാത്രം ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, കണ്ടില്ലേ, നമ്മുടെ സോഫയുടെ ചെറിയ ലെഗ് വെച്ചപ്പോൾ ഇത് കുടുങ്ങി കിടക്കണം. അപ്പോൾ ഇപ്പോൾ 2 ദിവസമായിട്ട് ഇതിൻ്റെ അടിയിൽ ഒരു പാത്രം വെച്ചിട്ട് പൊക്കിയിട്ടാണ് റോബോട്ടിനെ ഇറക്കി വിടുന്നത്. അപ്പോൾ അതുമത്തെ ഒന്നെങ്കിൽ ആ ബുഷ് മാറ്റി കളയണം, അല്ലെങ്കിൽ പുതിയത് കുറച്ചും കൂടി ഹൈറ്റിലുള്ളത് വെക്കണം, അല്ലെങ്കിൽ റോബോട്ടിന് പണിയാം. അങ്ങനെ അപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞതാ കയറി അപ്പോഴേക്കും പാച്ചു കുളി കഴിഞ്ഞ് വന്നു. തോമും ഇപ്പോൾ ചാക്കോച്ചനും സുഖമായിട്ട് ഉറങ്ങിയിട്ട് നേരത്തോടെ കിടന്നുറങ്ങി. പിന്നെ ഡോണും ഇല്ലല്ലോ. അപ്പോൾ ഡിവൈൻ കുട്ടികളെയും കൊണ്ടുപോയി നേരത്തെ ഉറക്കിയിട്ട് ഡിവൈൻ താഴേക്ക് ഇറങ്ങി വന്നു. പിന്നെ ഞങ്ങൾ ഡാഡിയും കുറേ ലേറ്റായി വരുമ്പോൾ, ഡാഡി 12 മണി കഴിഞ്ഞ് വരുമ്പോൾ, ഡോൺ വരുമ്പോൾ 1 മണിയായി. അപ്പോൾ ഇവർ 2 പേരും വരണ വരെ ഞങ്ങൾ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുറേ വർത്താനം പറഞ്ഞ് അവിടെ ഇരുന്ന് കുറച്ച് പാക്കിങ് ഉണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക, ഞങ്ങൾ ഇങ്ങനെയുള്ള ദിവസം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ കുത്തിയിരുന്ന് സംസാരിക്കും. അപ്പോൾ നേരം പോവുകയും ചെയ്യും, നമ്മളുടെ പണികളും നടക്കും. അപ്പോൾ ഞാൻ ഇന്നലെ തൊട്ട് ഈ കമ്മലുകളും ന്യൂസ് പിന്നും ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഇന്നലെ ഫുൾ ടൈം ഇതിൻ്റെ പിന്നാലെ ആയിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂസ് പിന്നിൻ്റെ 3 ഷീറ്റുകൾ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒന്ന് മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ ന്യൂസ് പിന്നെന്ന് എഴുതിയത് അത്യാവശ്യം ചെറുത് തന്നെയാണ്, വലുതല്ല കേട്ടോ. അപ്പോൾ ചിലവർ ഇത് ചോദിച്ചിട്ട് ഇത് വലുതാണോ എന്നൊക്കെ ചോദിക്കും. ഇതൊക്കെ സെക്കൻഡ് സ്റ്റഡായിട്ടും നോസ് പിന്നായിട്ടും കൊണ്ടുപോകേണ്ട, അതൊക്കെ ഇപ്പോൾ വലിയത് ഇടുന്ന കാലമാണ്. അപ്പോൾ ഇത് അത്ര വലുതൊന്നും അല്ല കേട്ടോ, സെക്കൻഡ് സ്റ്റഡായിട്ട് ഇടാം. കുട്ടികളിത് കാതിൽ കമ്മലായിട്ട് ഇട്ടേക്കണേ, അത്രയും ചെറുതാണ് ഇവിടെ പിള്ളേർസ് ഇടുക. അപ്പോൾ അതാണ് ഈ കമ്മലുകൾ. അപ്പോൾ ഞാൻ ഇതിൽ 10 ഷീറ്റ് 10ഓ 12ഓ ഷീറ്റ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇടണുള്ളൂ. കാരണം എല്ലാം കൂടി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും ആശയക്കുഴപ്പമാണ് ഏതെടുക്കണം എന്തെടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇത് മൊത്തം റിങ്ങുകളാട്ടോ, പലതരം റിങ്ങാണ്. പണ്ടത്തെ നമ്മുടെ കൊട്ട, ഞങ്ങൾക്കൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്നു ഇങ്ങനത്തെ ഗോൾഡിൻ്റെ കമ്മൽ, ഇങ്ങനെ കൊട്ട പോലെ ആയിട്ടുള്ളത്, നല്ല രസമുള്ളത്. അതിൻ്റെ തന്നെ പല പാറ്റേണാണ് കേട്ടോ. ചെറിയ പ്ലെയിൻ റിങ്ങുകളാണ് ഇത് മുഴുവൻ, സ്റ്റഡ് സ്റ്റോൺസ് ഇല്ലാത്തത്. ഇത് സ്റ്റോണോട് കൂടിയിട്ടുള്ള നമ്മളുടെ സെക്കൻഡ് സ്റ്റഡായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം, മൂക്കുത്തി വേണമെങ്കിൽ അങ്ങനെ ആവാം, അല്ല സാധാരണ കമ്മൽ പോലെ കുഞ്ഞു മക്കൾക്ക് ഇടണമെങ്കിൽ അങ്ങനെയും ആവും. വലിയൊരു ഇടുന്നുണ്ട്, എന്നാലും കുഞ്ഞു കുട്ടികൾക്കാണ് കുറച്ചുകൂടി, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ കമ്മൽ റൂബിയോ വൈറ്റോ അല്ലെങ്കിൽ റൂബി വൈറ്റോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ എന്താ പറയുക, ഊരേണ്ട കാര്യമില്ല, കാതിൽ അവിടെ കിടന്നോളും. ഇതുപോലെ റിങ്ങാണ്, പലതരം വലിപ്പത്തിലുള്ള സ്റ്റോൺസിൻ്റെ റിങ്ങാണ്. 1 വരി 2 വരി 3 വരി അങ്ങനെയുള്ള സ്റ്റോണുള്ള റിങ്ങാണ് കേട്ടോ. മൾട്ടി കളറുണ്ട്, മൾട്ടി കളർ തന്നെ റൂബി വൈറ്റ് ഉണ്ട്, റൂബി മാത്രമുണ്ട്, വൈറ്റ് മാത്രമുണ്ട്. അപ്പോൾ ഇത് റിങ്, ഇത് സെക്കൻഡ് സ്റ്റഡ് ആയിട്ട് ഇടുന്നുണ്ട്, മൂക്കുത്തി ആയിട്ട് ഇടുന്നുണ്ട്. മൂക്കുത്തിയുടെ ചെറുതാണ് ഏറ്റവും അടിയിൽ കിടക്കുന്നത്. അതുപോലെ തന്നെ കമ്മലായിട്ടും കുട്ടികൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹുക്ക് എന്താ പറയുക, പിൻ ടൈപ്പ്. ഈ ഒരൊറ്റ ഷീറ്റ് പിൻ ടൈപ്പാണ്. കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു, ആ സമയത്ത് എനിക്കത് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ 7 നമ്പർ ഷീറ്റ് ഒക്കെ പിന്നുള്ള ടൈപ്പാണ്. ഞാനിതിൻ്റെ ബാക്ക് എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഉദ്ദേശിച്ച പിൻ എന്താണെന്നുള്ളത്. അത് ഫോട്ടോയിൽ എടുത്തേക്കണേന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് ജിംകികൾ പല വലുപ്പത്തിലുള്ളത് കേട്ടോ. ബ്ലൂ ഒക്കെ ഉണ്ട് കേട്ടോ. ബ്ലൂ എപ്പോഴും കുട്ടികൾക്കൊക്കെ
ബ്ലൂ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത്. എന്താണെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. ഇപ്പോൾ ബ്ലൂവിന് ഭയങ്കര ഡിമാൻഡാണ്. അതിപ്പോൾ സൂഫി ആയാലും മോതിരങ്ങളായാലൊക്കെ ബ്ലൂ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം വലുപ്പമുള്ള ജിമിക്ക കേട്ടോ. എന്ന് വെച്ചിട്ട് കുറേ വലുതല്ല, ഈ കുഞ്ഞിതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ അടുത്ത സൈസാണ്. ഒരു 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇടാവുന്ന വലുപ്പമാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളതാണ്. ഇത് ദേ കോറലിൻ്റെ 2 വലുപ്പത്തിൽ, പിന്നെ ദേ ബ്ലാക്ക്, പിന്നെ റെഡ്, ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഡ്രോപ്സാണ്, കുട്ടികൾക്ക് ഇടാം. ഈ കറുപ്പൊക്കെ കുറേ കൊണ്ടുപോയിട്ടുണ്ട്, കുറേ കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുപോയിട്ടുള്ളതാണ് കേട്ടോ. ഇതാണെന്ന് തോന്നുന്നുണ്ട് നമ്മുടെ നയൻതാരയുടെ സെക്കൻഡ് സ്റ്റഡും മൂക്കുത്തിയൊക്കെ. ഇതും നമുക്ക് ഭയങ്കര ഇപ്പം ഇന്ന് താമരമാല പോയ പോലെ അത്രയും പോയിട്ടുള്ള മൂക്കുത്തിയാണ് ഇത് കേട്ടോ. പിന്നെയുണ്ട് കുറേ സാധനങ്ങൾ, നമ്മളുടെ സ്ഥിരം പോകുന്ന കുറേ ഐറ്റംസ് ഉണ്ട്. അതിലത്തെ ഒന്നാണ് ഈ പറഞ്ഞ ഈ മൂക്കുത്തി കേട്ടോ. അപ്പോൾ ഇത് അതുപോലെ നല്ല വീതിയുള്ള റൂബിയുടെയും പിന്നെ നോർമൽ സൈസ് ഉള്ള ജിംക്കി റിങ്ങുകളാണ്. പ്ലെയിനും ഉണ്ട്, റൂബിയുടെ സ്റ്റോൺസ് ആയിട്ടുള്ളതുകൊണ്ട്. കണ്ടോ, പല ഷേപ്പിലുള്ളതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മൂക്കുത്തിയായിട്ടും യൂസ് ചെയ്യാം, സെക്കൻഡ് സ്റ്റഡായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. പലരും പല രീതിയിലാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല ഏറ്റവും സൈസ് കൂടുതൽ ഇടുക എന്നുള്ളതാണ്. ഇത് മുകളിൽ കിടക്കുന്നത് ഭയങ്കര ഭംഗിയാട്ടോ. ഗോൾഡൻ ജിമിക്കി, ജിമിക്കി എന്നും പറയാം, റിങ്ങെന്നും പറയാം. അതായത് ലവ് ഷേപ്പിൽ ഇങ്ങനെ വന്നിട്ട് അടിയിലൊരു ജിമിക്കിയാണ്. കാണാൻ നല്ല രസം, അത്യാവശ്യം വെയിറ്റും ഉണ്ട്. അതായത് മോശമുള്ള നന്ന വെയിറ്റ് കുറഞ്ഞതും അല്ല എന്നർത്ഥം. അങ്ങനെ ദേ ഡാഡിയും ഡോണും ഒക്കെ കയറി, ഞങ്ങാനും ഡിംപിളും ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് ഡിംപിൾ ഇതാ മോനെ ഉറക്കാൻ പോയി. ഞാൻ ദേ വോയിസ് ഓവർ കൊടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷമായിരുന്നത്. നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരയ്ക്ക് ബൈ.